35 ലക്ഷം ചെറുപ്പക്കാരാണ് ഈ കൊച്ചു കേരളം വിട്ട് വിദേശ രാഷ്ട്രങ്ങളിൽ പോയി ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഒക്കെ അങ്ങനെ ആളുകളെ പോകാൻ പ്രേരിപ്പിക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം നിർഭാഗ്യവശാൽ കേരളത്തിലുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. കേരളത്തിൽ പ്രത്യേകിച്ചും നമ്മുടെ യുവാക്കൾക്ക് സംരംഭങ്ങളിൽ ഏർപ്പെടാൻ വളരെ പ്രയാസമുണ്ട്. യുവാക്കളുടെ മാത്രം പ്രശ്നമല്ല അത്. പ്രവാസികൾ ഉൾപ്പെടെ ഒരാൾ എങ്ങനെയെങ്കിലും 10 രൂപ സമ്പാദിച്ച് കൊണ്ടുവന്ന് ഇവിടെ ഒരു വ്യവസായമോ ഏതെങ്കിലും ചെറിയ തോതിലുള്ള സംരംഭമോ കച്ചവടമോ എന്തെങ്കിലും താല്പര്യമനുസരിച്ച് വരുമാനം ഉണ്ടാക്കത്തക്ക രീതിയിലൊരു സംരംഭത്തിൽ ഏർപ്പെടാൻ ശ്രമിച്ചാൽ അതിനനുകൂലമായ ഒരു സൗഹാർദ്ദ അന്തരീക്ഷം കേരളത്തിലില്ല. പല നൂലാമാലകളും കൊണ്ട് അവർ ബുദ്ധിമുട്ടുകയാണ്. ആരെയും ഒരു വ്യവസായമോ ഒരു ബിസിനസ്സോ തുടങ്ങുന്നതിന് സഹായിക്കാത്ത രീതിയിലുള്ളൊരു ചുറ്റുപാട് അന്തരീക്ഷം രാഷ്ട്രീയമായും ബ്യൂറോക്രാറ്റിക്കായിട്ടുള്ള തലത്തിലും കേരളത്തിൽ നിലനിൽക്കുകയാണ്. അതുകൊണ്ടാണ് ആളുകൾ ധാരാളമായി നമ്മുടെ ചെറുപ്പക്കാർ വിദേശത്ത് പോകുന്നത്. അപ്പോൾ അൺഎംപ്ലോയിഡ് ആയിട്ടുള്ള യുവാക്കൾ ഉണ്ടാകുമ്പോൾ ഒരു രാജ്യത്തിന് വലിയ പ്രയാസങ്ങൾക്കുള്ള സാധ്യതകളുണ്ട്. ഒരുപാട് വർഷങ്ങളായി ജനങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഗതി നിറവേറ്റലാണ് വികസനം എന്ന ധാരണ തെറ്റാണ്. നേരെ മറിച്ച് വരാൻ പോകുന്ന ഒരുപാട് വർഷങ്ങളിലേക്ക് എന്താണ് ആവശ്യം എന്ന് മനസ്സിലാക്കി അതിനെ നേരത്തെ അഭിമുഖീകരിക്കലാണ് വികസനം എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ദീർഘവീക്ഷണം ലോകത്തെ പല രാജ്യങ്ങളിലും കാണാൻ സാധിക്കും. അൺഫോർച്ചുനേറ്റ്ലി ഇവിടെ ഇല്ല.